ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഫയേഴ്സ് വഴി ഓൺലൈനായി NRIസിന് എങ്ങനെയാണ് KYC രജിസ്ട്രേഷനും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പണിംഗും ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെയിം സബ്ജക്റ്റ് എപ്പിസോഡ് 16 ഡിസ്കസ് ചെയ്തതാണ്. അന്ന് ചെയ്യുന്ന സമയത്ത് 100% ഓൺലൈൻ മെത്തേഡ് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 90% ഓൺലൈൻ മെത്തേഡ് തന്നെയാണ്. പക്ഷേ കുറച്ച് നിങ്ങൾ ഓഫ്ലൈനായിട്ട് ചെയ്യേണ്ടതുണ്ട്. ജൂൺ 15 ശേഷമാണ് ആ ചേഞ്ചസ് വന്നത്. അതിന് മുന്നേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഓൺലൈൻ ചെയ്യാൻ സാധിക്കുന്നതായിരുന്നു. അപ്പോൾ ഫയേഴ്സ് വഴി ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ഫോളോ ചെയ്യുക. ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ജോബി ജോർജ്. വെൽക്കം ടു ജോബ്സ് കോർണർ. ചെറിയൊരു ശതമാനം ഓഫ്ലൈൻ ചെയ്യണമെങ്കിൽ കൂടി മറ്റ് ബ്രോക്കേഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ NRIസിന് ഏറ്റവും ഈസി ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത് ഫയേഴ്സ് വഴിയാണ്. കാരണം NRIs ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന കൺട്രിയിൽ ബ്രോക്കറുടെ ഓഫീസ് ഇല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഒക്കെ നോട്ടറി അറ്റസ്റ്റ് ചെയ്യേണ്ടതാണ്. നോട്ടറി അറ്റസ്റ്റേഷൻ ചെയ്യുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം എംബസിയിലും കോൺസുലേറ്റിലൊക്കെ പോയി ചെയ്യുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഇന്ത്യൻ ബാങ്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഓഫീസ് നിങ്ങളുടെ കൺട്രിയിലുണ്ടെങ്കിലും എല്ലാ റെപ്രസെൻറ്റേറ്റീവ് ഓഫീസുകളിലും അത് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് NRIസിന് അറ്റസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. പലരും അത് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഫയേഴ്സ് വഴിയുള്ള അക്കൗണ്ട് ഓപ്പണിങ്ങിനെ കുറിച്ച് വീണ്ടും ഒരു വീഡിയോ കൂടി ചെയ്തേക്കാം എന്ന് വിചാരിച്ചത്. അതേപോലെ ഫയേഴ്സ് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജസ് ആണ്. നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ഫീസ് ഒന്നുമില്ല. അതേപോലെ കറന്റ് AMC ചാർജസ് ഒന്നും അപ്ലിക്കബിൾ അല്ല. ഏറ്റവും കുറഞ്ഞ ബ്രോക്കറേജ് ചാർജസ് അപ്ലൈ ചെയ്യുന്നത് ഫയേഴ്സിലാണ്. 0.5% ഓർ 50 rupees പെർ എക്സിക്യൂട്ടഡ് ഓർഡർ വിച്ചെവർ ഈസ് ലെസർ എന്നുള്ള മെത്തേഡിലാണ് ഫയേഴ്സിൽ ബ്രോക്കറേജ് ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 10 lakhs റുപ്പിയുടെ ഒരു ട്രേഡ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ 50 rupees മാത്രമേ ബ്രോക്കറേജ് ചാർജ് ആയിട്ട് വരുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഫയേഴ്സിൻ്റെ ഫയേഴ്സ് ഡയറക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാൽ കൂടി നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എല്ലാ ബ്രോക്കേഴ്സിനെയും കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഏതാണ് നന്നായിട്ട് തോന്നുന്നത് ആ ബ്രോക്കറെ മാത്രം സെലക്ട് ചെയ്യുക. ഫയേഴ്സ് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ വേണ്ട ഡോക്യുമെന്റ്സിന്റെ ലിസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇനി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സ്റ്റെപ്സുകൾ നോക്കാം. ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ആ ഫോം PDF ആയിട്ടുണ്ട്, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്കോ ഇമെയിലിലേക്കോ അയച്ചു കൊടുക്കുക. അവരിത് വെരിഫൈ ചെയ്യുന്നതാണ്. വൺസ് വെരിഫൈ ചെയ്തതിനു ശേഷം അവർ കൺഫേം ചെയ്യും. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് ഔട്ട് എടുക്കുക. കീവേഡ് ഏരിയാസ് എല്ലാം സൈൻ ചെയ്യുക. അതിനുശേഷം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റും ഈ ആപ്ലിക്കേഷൻ ഫോമും കൂടെ ഇവിടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് കൊറിയർ ചെയ്യുക. ഈ ഒരു ചേഞ്ചാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. നേരത്തെ നിങ്ങൾ കൊറിയർ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് വാട്സപ്പ് വഴിയോ ഇമെയിൽ വഴിയോ അയച്ചാൽ മതിയായിരുന്നു. പക്ഷേ ആസ് പെർ ലേറ്റസ്റ്റ് റെഗുലേഷൻ ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് മാൻഡേറ്ററി ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കൊറിയർ ചെയ്യേണ്ട ആവശ്യം വന്നത്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്ക്രീനിൽ കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ സാധിക്കുമെങ്കിൽ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റു മെത്തേഡുകൾ ഒന്നും ഇല്ലാത്തതിനാൽ അക്കൗണ്ട് ഒന്നും ഓപ്പൺ ചെയ്യാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്നുണ്ട്. അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി മാക്സിമം ഇത് ഷെയർ ചെയ്യുക. ഇവിടെ പറഞ്ഞ ഡോക്യുമെൻറ്റ്സുകളെല്ലാം റെഡി ആണെങ്കിൽ വെറും 5 minutesനുള്ളിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുന്നതാണ്. ഇത്രയും ഡോക്യുമെൻറ്റുകളാണ് അക്കൗണ്ട് ഓപ്പണിങ്ങിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ഫോറിൻ അഡ്രസ് പ്രൂഫായിട്ട് യൂട്ടിലിറ്റി ബിൽ ഇല്ലാത്തവർ നിങ്ങളുടെ ഫോറിൻ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്താൽ മതി. അതേപോലെ NRI PIS അക്കൗണ്ടാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ NRI ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ക്യാൻസൽഡ് ചെക്ക് കോപ്പിയാണ് വെക്കേണ്ടത്. NRO നോൺ PIS അക്കൗണ്ട് വഴിയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ NRO ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് വെക്കേണ്ടത്. അതേപോലെ ഇൻകം പ്രൂഫായിട്ട് 6 month ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പേ സ്ലിപ്പ് അപ്ലോഡ് ചെയ്യാം. എന്നാൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത അക്കൗണ്ട് ആണെങ്കിൽ 6 month സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് 1 ട്രാൻസാക്ഷനിലും കാണിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്താൽ മതി. സിഗ്നേച്ചർ ഇമേജിന് വേണ്ടി ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്യുക. അതിന് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ മതി. 8ാമത്തെ പോയിന്റിൽ നിങ്ങൾ ഏറ്റവും അവസാനമായി ഇന്ത്യയിൽ ലാൻഡ് ചെയ്ത സമയത്ത് പാസ്പോർട്ടിലുള്ള ഇമിഗ്രേഷൻ സീലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. 9ാമത്തെ പോയിന്റിൽ ആധാർ വിത്ത് QR കോഡാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാൻഡേറ്ററി അല്ല. എന്നിരുന്നാലും ആധാർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നവർ ഇന്ത്യൻ അഡ്രസ് പ്രൂഫായിട്ട് പാസ്പോർട്ടിന് പകരം ആധാർ സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം 2024 April 1 മുതൽ അഡ്രസ് പ്രൂഫായിട്ട് സോഴ്സ് വെരിഫിക്കേഷൻ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ടായിരുന്നു. NRIസിന് 1 വർഷം കൂടെ റിലാക്സേഷൻ തന്നിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ KYC സ്റ്റാറ്റസ് വാലിഡേറ്റഡ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് മാറണമെങ്കിൽ ആധാർ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് സാധിക്കുന്നവർ അത് ചെയ്യുക. ആധാർ ഇല്ലാത്തവർ അതിനുവേണ്ടി ഡിലേ ചെയ്യേണ്ട ആവശ്യമില്ല. പാസ്പോർട്ട് വെച്ച് ഇപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് ആധാർ കിട്ടുമ്പോൾ സബ്മിറ്റ് ചെയ്താൽ മതി. ആപ്ലിക്കേഷൻ്റെ സമയത്ത് നോമിനി ഐഡൻറ്റിറ്റി പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതാണ് ഐഡൻറ്റിറ്റി പ്രൂഫ് എന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. എന്നാൽ ഫിസിക്കൽ കോപ്പി കൊറിയർ ചെയ്യുന്ന സമയത്ത് നോമിനിയുടെ ഐഡൻറ്റിറ്റി പ്രൂഫ് കൂടി സബ്മിറ്റ് ചെയ്യുക. അതേപോലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ഡോക്യുമെൻറ്റുകളും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിൽ പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അക്കൗണ്ട് ഓപ്പണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഡയറക്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് കൺട്രിയിലാണോ റിസൈഡ് ചെയ്യുന്നത് അവിടുത്തെ മൊബൈൽ നമ്പർ മാത്രം എൻ്റർ ചെയ്യുക. ഇന്ത്യൻ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും നിങ്ങൾ റിസൈഡ് ചെയ്യുന്ന കൺട്രിയിലെ മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യുക. ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു OTP വരുന്നതാണ്. OTP എൻ്റർ ചെയ്യുക. റിക്വയർഡ് ഡോക്യുമെൻ്റ് ലിസ്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ലീവ് ഇറ്റ്, പ്രൊസീഡ് നൗ. ഏറ്റവും ആദ്യം പാൻ കാർഡ് കോപ്പി അപ്ലോഡ് ചെയ്യുക. കുറച്ച് ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ആകുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, മദേഴ്സ് നെയിം,
മാരിറ്റൽ സ്റ്റാറ്റസ് അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ എൻ്റർ ചെയ്യുക. കണ്ടിന്യൂ. നെക്സ്റ്റ് കോൺടാക്റ്റ് ഇൻഫർമേഷൻ സെക്ഷനാണ്. ഏറ്റവും ആദ്യം ഫോറിൻ അഡ്രസ് പ്രൂഫാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഏത് അഡ്രസ് പ്രൂഫാണ് കൊടുക്കുന്നത് അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ യൂട്ടിലിറ്റി ബില്ലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് അപ്ലോഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ അഡ്രസ്സിൽ നിങ്ങളുടെ പേരോ പിൻ നമ്പറോ ഒന്നും എൻ്റർ ചെയ്യരുത്. അതിൻ്റെ ഡെസിഗ്നേറ്റഡ് ഏരിയയിൽ മാത്രം എൻ്റർ ചെയ്യുക. കണ്ടിന്യൂ. അടുത്തത് ഇന്ത്യൻ അഡ്രസ് ഡീറ്റെയിൽ ആണ് എൻ്റർ ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ഈ ആധാർ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ പാസ്പോർട്ട് സെലക്ട് ചെയ്യുക. പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ അഡ്രസ്സിലെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. കണ്ടിന്യൂ. നെക്സ്റ്റ് ടാക്സുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ടാക്സ് കൊടുക്കുന്ന കൺട്രിയിലാണെങ്കിൽ ആ കൺട്രി സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങളുടെ ടിൻ നമ്പർ എൻ്റർ ചെയ്യുക. നിങ്ങൾ ഗൾഫ് കൺട്രീസിലാണെങ്കിൽ നിങ്ങളുടെ വിസ നമ്പറോ നാഷണൽ ID നമ്പറോ എൻ്റർ ചെയ്യുക. ഐഡൻറ്റിഫിക്കേഷൻ ടൈപ്പിൽ വിസ അല്ലെങ്കിൽ നാഷണൽ ID സെലക്ട് ചെയ്യുക. കൺട്രി ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. പാസ്പോർട്ട് ഡീറ്റെയിലിൻ്റെ സെക്ഷനിൽ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. അടുത്തത് ബാങ്ക് ആൻഡ് സെഗ്മെൻറ്റ് ഡീറ്റെയിൽ ആണ്. ഇവിടെ ബാങ്കിൻ്റെ IFSC കോഡ് എൻ്റർ ചെയ്യുക. ഓൾമോസ്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ഫെച്ച് ആകുന്നതാണ്. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക. ഇവിടെ 6 മന്ത് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാൻസൽഡ് ചെക്ക് കോപ്പി അപ്ലോഡ് ചെയ്യുക. ഈ സെഗ്മെൻറ്റിൽ ഈ 3 സെഗ്മെൻറ്റും ബൈ ഡീഫോൾട്ടായിട്ട് തന്നെ വരുന്നതാണ്. അത് തന്നെ സെലക്ട് ചെയ്യുക. ഫിനാൻഷ്യൽ പ്രൂഫായിട്ട് 6 മന്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പേ സ്ലിപ്പ്, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടുത്തെ ഹോൾഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്താലും മതി. കണ്ടിന്യൂ. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ഓൺ ഐ അണ്ടർസ്റ്റാൻഡ്. അഡീഷണൽ ഇൻഫർമേഷൻ സെക്ഷനാണ്. നിങ്ങളുടെ ഒക്യുപ്പേഷൻ സെലക്ട് ചെയ്യുക. അതേപോലെ ആനുവൽ ഇൻകം റേഞ്ച് അത് സെലക്ട് ചെയ്യുക. അതേപോലെയുള്ള കോമൺ ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഹൗ ഡു യു വിഷ് ടു റിസീവ് കോൺട്രാക്ട് നോട്ട്, ഡിജിറ്റൽ സെലക്ട് ചെയ്യുക. ഐ കൺഫേം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അതർ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റിൽ നിങ്ങളുടെ വിസ അല്ലെങ്കിൽ നാഷണൽ ID കാർഡ് അതാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ലേറ്റസ്റ്റ് ഇന്ത്യൻ എൻട്രി ഇമിഗ്രേഷൻ സീലാണ് ഇവിടെ എൻട്രി ചെയ്യേണ്ടത്. അതേപോലെ ഇന്ത്യൻ അഡ്രസ് പ്രൂഫായിട്ട് ആധാറാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വിസയുടെ കൂടെ പാസ്പോർട്ട് കോപ്പി കൂടെ അപ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് നോമിനേഷൻ ആൻഡ് ഡിക്ലറേഷൻ സെക്ഷനാണ്. കണ്ടിന്യൂ. നോമിനിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. നിങ്ങളുടെ സ്പൗസിനെയോ പേരൻസിനെയോ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് നോമിനിയായിട്ട് ആഡ് ചെയ്യാം. അവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഏത് ഡോക്യുമെൻ്റാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പാൻ കാർഡാണോ ആധാർ കാർഡാണോ അത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ നോമിനി ആഡ് ചെയ്യണമെങ്കിൽ ഡു യു വിഷ് ടു ആഡ് സെക്കൻഡ് നോമിനി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ. നെക്സ്റ്റ് ഇൻ പേഴ്സൺ വെരിഫിക്കേഷനാണ്. ആ ക്യാമറ സിമ്പിൾ കാണിച്ചിരിക്കുന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഒരു സെൽഫി എടുക്കുകയാണ് വേണ്ടത്. നെക്സ്റ്റ് സിഗ്നേച്ചർ ഇമേജ് അപ്ലോഡ് ചെയ്യുക. ക്ലിക്ക് ഓൺ കണ്ടിന്യൂ. നെക്സ്റ്റ് നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷനാണ്. റിവ്യൂ ചെയ്യുക. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുക. ഇവിടെ ഫീഡ്ബാക്ക് സെക്ഷനിൽ കസ്റ്റമർ എക്സിക്യൂട്ടീവിൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ. ക്ലിക്ക് ഓൺ ഡൗൺലോഡ് PDF. ഇതാണ് നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം. ഈ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം ഇവിടെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിലേക്കോ വാട്സാപ്പ് നമ്പറിലേക്കോ നിങ്ങൾ അയച്ചു കൊടുക്കുക. അവർ ഡീറ്റെയിൽസ് കൺഫേം ചെയ്തതിന് ശേഷം ഈ ഡോക്യുമെൻറ്റ്സ് പ്രിൻ്റ് എടുത്ത് റിക്വയർഡ് ഏരിയാസിലെല്ലാം സൈൻ ചെയ്തതിന് ശേഷം നേരത്തെ കാണിച്ചിരുന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റിലൊക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. അതിനുശേഷം സൈൻ ചെയ്ത അക്കൗണ്ട് ഓപ്പണിംഗ് ഫോമും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റും കൂടെ ഇവിടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് കൊറിയർ ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങളുടെ ഫിസിക്കൽ ഡോക്യുമെൻറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 4 to 6 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ആകുന്നതാണ്. നിങ്ങളുടെ ഇമെയിലേക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വരുന്നതാണ്. ഇമെയിൽ റിസീവ് ചെയ്ത് നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൾമോസ്റ്റ് 26ഓളം സിഗ്നേച്ചറുകൾ ഇടാനുണ്ട്. സിഗ്നേച്ചർ ഇടുമ്പോൾ കൃത്യമായി തന്നെ എല്ലാ സിഗ്നേച്ചറും ഇടാൻ ശ്രദ്ധിക്കുക. കാരണം ഏതെങ്കിലും സിഗ്നേച്ചറിൽ മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻ്റ് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സിഗ്നേച്ചർ ഇടുമ്പോൾ കൃത്യമായി തന്നെ ശ്രദ്ധിച്ചിടുക. നിങ്ങളുടെ ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് ഫയേഴ്സിൻ്റെ ഓഫീസിൽ റിസീവ് ചെയ്ത് നേരത്തെ പറഞ്ഞ ടൈം ഫ്രെയിമിന് ശേഷവും ഒരു റിപ്ലൈയും വരുന്നില്ലെങ്കിൽ മാത്രം ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഫയേഴ്സ് വഴി KYC രജിസ്റ്റർ ചെയ്യുന്നതും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതും കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആകുകയാണ്, തീരെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ മാത്രം ഇവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടേക്കാൻ ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി എത്രയും പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.